എന്താണ് ഈ ദൈവത്തിന്റെ കൃപ? ദൈവത്തിന്റെ കൃപ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന മെയിൻ 3 വേർഡ്സ് ആണ്: മെർസി, ഫേവർ, അബണ്ടൻസ്. ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചാൽ പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ കൃപ എന്ന് നമുക്ക് പറയാം. കർത്താവിന്റെ ഇടപെടലുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കല്യാണ വീട്ടിൽ കർത്താവിനെ വിളിച്ചിരിക്കുന്നു, കർത്താവിന്റെ ശിഷ്യന്മാര് കൂടെയുണ്ട്, കർത്താവിന്റെ അമ്മ മറിയം കൂടെയുണ്ട്. അവിടെ വീഞ്ഞ് തീർന്നു പോകുന്നു. ദൈവത്തിന്റെ കൃപ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. നമ്പർ 1, കർത്താവായ യേശു ക്രിസ്തു അവിടെ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഒരു ഫോൾട്ട് ഫൈൻഡിങ് സിസ്റ്റത്തിലാണ് സാധാരണ മനുഷ്യർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഗ്രേസിന്റെ പ്രത്യേകത ഫോൾട്ട് ഫൈൻഡിങ് ഇല്ലാതെ തൻ്റെ കരുണയാൽ, തൻ്റെ ഫേവറിനാൽ, തൻ്റെ അബണ്ടൻസിനാൽ നിറയ്ക്കുന്നതാണ് എൻ്റെ ബൈബിളിലെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ പ്രത്യേകത കണ്ടോ? ഒരു പരിധികളുമില്ലാതെ, അവിടെ ആരാന്ന് പോലും എഴുതിയിട്ടില്ല, ബട്ട് സ്റ്റിൽ തൻ്റെ കരുണയാൽ, തൻ്റെ ഫേവറിനാൽ അവിടെ സൂപ്പർ അബണ്ടൻസ് കൊടുത്തു. കർത്താവ് ഈ സീസണിൻ്റെ അകത്ത് ദൈവ കൃപയെ ഭയങ്കരമായിട്ട് വെളിപ്പെടുത്താനായിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്താനായിട്ട് പോകുന്നു. നമ്മെ കുറ്റപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ല, നമ്മെ മകനെ, മകളെ എന്ന് വിളിച്ച് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ ഒരു സപ്ലൈയുടെ കാലഘട്ടത്തിലേക്ക് പോകുന്നു. ദൈവ സ്നേഹത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോകുന്നു.